ആയത്തുള്ള ഖുമൈനിയുടെ കൊലപാതകം ഇസ്രായേലും അമേരിക്ക സംയുക്ത സേന വിന്യാസത്തിലൂടെ നടത്തിയതിന് ശേഷം വലിയ തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമാണ് ഇറാനിൽ നിന്നുണ്ടാവുന്നത്. അമേരിക്കയും ഇസ്രായേലും കരുതിയിരുന്നത് ഇറാൻ ഇതോടുകൂടി നേതൃത്വപരമായി തകർന്നു പോകുമെന്നാണ്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളിൽ ഉണ്ടായ വിള്ളലുകൾ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ തങ്ങളുടെ ആത്മീയ നേതാവിനെ ഒരു വൈദേശിക ശക്തി കൊലപ്പെടുത്തിയതിനെതിരെ ജനങ്ങൾ ഒന്നാകുകയാണ്. ഇപ്പോൾ സർക്കാർ അനുകൂല പ്രക്ഷോഭങ്ങളാണ് രാജ്യത്ത് ആകമാനം നടക്കുന്നത്. 40 ദിവസത്തെ ദുഃഖാചരണമുണ്ട്. തങ്ങളുടെ നേതാവിനെ കൊന്നവരെ, ആക്രമിച്ചവരെ, തങ്ങളുടെ നാട്ടിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടവരെ ഏതു വിധേനയും നേരിടാൻ ജനങ്ങളും സൈന്യവും ഭരണകൂടവും തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും എല്ലാ കണക്കൂട്ടലുകളും തെറ്റുകയാണ്. നേതൃത്വപരമായി ഖുമൈനിയെ കൊലപ്പെടുത്തുന്നതോടുകൂടി ഇറാനെ തകർത്ത് കളയാമെന്നും തങ്ങളുടെ ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവരാൻ കഴിയുമെന്നുമായിരുന്നു ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ചിന്ത. പക്ഷെ അത് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഒമാൻ, UAE, ബഹ്റിൻ, ഖത്തർ, സൗദി, സിറിയ, ഇറാഖ് ഈ എല്ലാ രാജ്യങ്ങളിലെയും അമേരിക്കൻ സാങ്കേതിക വിദ്യകളെയും അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്കെതിരെയും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിൽ തന്നെ ഇത് വലിയ തരത്തിലുള്ളൊരു പരാതിക്ക് ഇടയായിട്ടുണ്ട്. ട്രംപ് വെറുതെ വയ്യാവേലി പിടിച്ചിരിക്കുന്നു. ഖുമൈനിയെ കൊലപ്പെടുത്തിയതിലൂടെ വലിയ തരത്തിലുള്ള രോക്ഷത്തിന് അമേരിക്കയും അമേരിക്കയുടെ സംവിധാനങ്ങളും ഇരയാകേണ്ടി വരും. ഇസ്രായേലിന് വേണ്ടി ഇത്തരമൊരു നിലപാട് വേണ്ടിയിരുന്നില്ല എന്നും മറ്റുമുള്ള അഭിപ്രായങ്ങൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇസ്രായേലും അമേരിക്കയും വിചാരിച്ചതുപോലെ ഇറാൻ അടങ്ങിയിരിക്കുന്നില്ല. ടെല്ലവീവിലേക്ക് തുടർച്ചയായി ഏതാണ്ട് 150ഓളം മിസൈലുകൾ തന്നെ വർഷിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്. ടെല്ലവീവിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ചിത്രം എടുക്കുന്നതിനോ വീഡിയോ പകർത്തുന്നതിനോയോ വിദേശികളെയോ വ്യക്തികളെയോ മാധ്യമപ്രവർത്തകരെയോ ഇസ്രായേൽ അനുവദിക്കുന്നില്ല. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ടെല്ലവീവിലും ഹൈഫയിലും മറ്റും റമള്ളയിലും ജെറുസലേമിലുമൊക്കെ ഇറാൻ മിസൈൽ ആക്രമണത്തിൻ്റെയും ഡ്രോൺ ആക്രമണത്തിൻ്റെയും ഫലമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വാർത്തകളൊന്നും പുറത്തുവിടാതെ ഇസ്രായേൽ മൂടിവെക്കുന്നു. കേവലം ഒരു സ്ത്രീ മരിച്ചു എന്നാണ് പറയുന്നത്. അതുകൂടാതെ IDFൻ്റെ ആസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ IDFൻ്റെ ആസ്ഥാനത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇറാൻ ആദ്യമായി IDFൻ്റെ ആസ്ഥാനം ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വരികയാണ്. ഏതായാലും ഇസ്രായേലും അമേരിക്കയും പ്രതീക്ഷിച്ചതുപോലെയല്ല ഇറാൻ തിരിച്ചടിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്.